മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥനെ തുല്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് ഹാപ്പി പാരൻസ് ഡേ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 1981 എൻ്റെ വിവാഹം കഴിഞ്ഞു. 83 ഞാൻ ഗൾഫിൽ പോയി. 85 ഒരു കുട്ടിയുണ്ടായി. ആദ്യത്തെ ഒരു കൊച്ചുണ്ടായി. 85 83 ഗൾഫിൽ പോകുമ്പോൾ ഒരു വില്ല ടൈപ്പുള്ള ഒരു വീടാണ് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നത്. ആ വീട്ടിൽ ഷെയർ ചെയ്ത് ചേട്ടൻ്റെ ഫ്രണ്ടും ഭാര്യയും കൂടി ഉണ്ട്. അടുക്കള ഞങ്ങൾക്ക് ഒന്നാണ്. ഞങ്ങൾ വളരെ സ്നേഹത്തിൽ തന്നെയാണ് രണ്ട് കുടുംബവും ഒറ്റ ഈ വില്ല പോലത്തെ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ പൈസയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുള്ള സമയമായിരുന്നല്ലോ, ഫാമിലി ആവാനും എല്ലാത്തിനൊക്കെ കല്യാണം കഴിഞ്ഞുള്ള തുടക്കത്തിൽ. അപ്പോൾ അവിടെ ഈ വില്ല ടൈപ്പുള്ള വീടിൻ്റെ അടുത്തുള്ള കുറേ മുസ്ലിമുകൾ കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്സൊക്കെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവിടെ അടുത്തുള്ള വീടുകളിലെ അറബി വീടുകളിലെ സ്ത്രീകൾ ഞങ്ങളുടെ മുറ്റത്തേക്ക് വരും. ഞങ്ങളങ്ങനെ കടപ്പുറത്ത് മുറ്റത്ത് ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ്. അപ്പം മുറ്റത്തിൻ്റെ അപ്പുറത്ത് ഒരു വാതിൽ പോലെയാണ്. ആ വാതിൽ വെറുതെ ചാരിയിടുള്ളൂ അവർ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ. അപ്പോൾ അടുത്തുള്ള വീടുകളിലത്തെ അറബി വീടുകളിലത്തെ പെണ്ണുങ്ങൾ ആ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളെങ്ങനെ ഫ്രണ്ടിൽ ആ മുറ്റത്ത് കാണുകയാണെങ്കിൽ, ഹലോ, ഞങ്ങളെ അങ്ങനെ ആ മുറ്റത്ത് കാണുകയാണെങ്കിൽ ഓരോരുത്തർ ഓരോ കുടുംബങ്ങളിൽ നിന്ന് അങ്ങോട്ട് വരും, ഓരോ സ്ത്രീകൾ. പിന്നീട് അവരുടെ കഥകൾ പറയുകയാണ് പതിവ്. ഒരു 3 കൊല്ലം അവിടെ ജീവിച്ചിട്ടുണ്ട്. ആ 3 കൊല്ലവും ഓരോ സ്ത്രീകളുടെ കഥകൾ, ഓരോ കുടുംബങ്ങളിലെ അറബി കുടുംബങ്ങളിലത്തെ ഓരോ സ്ത്രീകളുടെ കഥകൾ വിഷമത്തോടു കൂടി നമ്മളോട് വന്ന് പറയും. നമ്മളത് പണിയുണ്ട്, കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാലും അവർക്കതൊരു വിഷമാണ്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു മനസ്സിൽ ആശ്വാസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് കേൾക്കാൻ നിൽക്കും. വീട്ടിലത്തെ പണിയെല്ലാം വേഗം കഴിച്ച് അവർ വരുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ കേൾക്കാനും, അത് കേട്ട് കഴിയുമ്പോൾ മനസ്സൊക്കെ ഒരു പ്രയാസമാവും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരും മനുഷ്യരല്ലേ. എല്ലാ സ്ത്രീകളുടെയും പ്രശ്നങ്ങളും ദുഃഖങ്ങളും കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം. അത്
പിന്നീട് അതെല്ലാം കേട്ട് 2-3 കൊല്ലം കേട്ട് കഴിഞ്ഞ് പിന്നെ വേറെ സ്ഥലത്തേക്ക് താമസം മാറ്റി. അപ്പോൾ പിന്നെ ഇങ്ങനെ അടുത്ത അറബി വീടുകളൊന്നും ഇല്ല, അങ്ങനത്തെ സ്ഥലത്തായിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അവരുടെ ഇന്ന് പാരൻസ് ഡേ ആണല്ലോ, അതുകൊണ്ട് അവർ പറഞ്ഞ അനുഭവങ്ങളും ആ അറബി വീടുകളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും അനവധി കുടുംബങ്ങളിൽ ആ സ്ത്രീകൾ പറഞ്ഞ പോലത്തെ വിഷമം ഉള്ള സംഭവങ്ങൾ വീടുകളിലത്തെ ഉണ്ടെന്ന് നാട്ടിൽ അവിടെ നിന്ന് 1995 നാട്ടിലെത്തിയപ്പോഴും പല വീടുകളിലും ഉള്ള പ്രശ്നങ്ങൾ നമ്മളോട് ഫ്രണ്ട്സ് ആയാലും എല്ലാം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ അന്ന് പണ്ട് അറബി വീടുകളിൽ ഉള്ള സ്ത്രീകൾ പറഞ്ഞതും ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളിലുള്ള ഓരോ ജീവിതങ്ങളും മറ്റാരോടും അറിയിക്കാതെയും ഒക്കെ മൗനം ആരോടൊന്നും മിണ്ടാതെ ആരോടും ഷെയർ ചെയ്യാനോ പറ്റാത്ത പോലെയുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരേ രീതിയിലുള്ള സംഭവങ്ങൾ അപൂർവം ചിലപ്പോൾ മാത്രം തുറന്നു പറയുന്ന പോലത്തെ അവസ്ഥ, അത്രയ്ക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് അങ്ങനെയൊക്കെ ഈ നാട്ടിൽ വന്നപ്പോഴും കുറേ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ശരി തന്നെയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കുറേ കുടുംബങ്ങളിൽ ആരോടൊന്നും മിണ്ടാതെ അടക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മറിയം വാൾത്തോർത്തയുടെ ഈശോ സംസാരിക്കുന്ന ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ഒരു ബുക്കിൽ നിന്ന് ആ അറബി അവിടെ ചെന്ന് 1981 കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ ചെല്ലുമ്പോൾ അറബി സ്ത്രീകൾ പറഞ്ഞ രീതിയിലുള്ള ഓരോ കുടുംബങ്ങളിലത്തെ അനുഭവം ഞാൻ വായിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈശോ മറിയം വാൾത്താരത്തോട് സംസാരിക്കുന്നത് 30 വോള്യം ബുക്കിൽ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന 30 വോള്യം ബുക്കിൽ ഞാൻ വായിക്കുകയാണ് ഒരെണ്ണത്തിലെ. അതാണ് ഞാനിപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈശോ സംസാരിക്കുന്നു. കർത്താവിൻ്റെയും ഒരു ഭർത്താവിൻ്റെയും അഭിമുഖ സംഭാഷണം. സാധാരണ അസ്വസ്ഥതയുണ്ടാക്കുന്ന സാത്താൻ നിന്റെയും നിന്റെ ഭാര്യയുടെയും ഇടയിൽ കടന്നുകൂടി. അല്ല, അവൻ നിന്നിലേക്ക് കടന്നു വന്നു. ക്രമക്കേടായുള്ള ഒരു സ്നേഹം കൊണ്ട് ഭാര്യയെ സ്നേഹിക്കാൻ പ്രലോഭിപ്പിച്ചു. സ്നേഹം ക്രമരഹിതമാകുമ്പോൾ അത് വിരോധമായി തീരുന്നു. ഒരു പുരുഷന്റെ ഇന്ദ്രിയ ഇച്ഛയിൽ അവൻ പണിയെടുത്ത് നിന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. കാരണം അവിടെയാണ് നിന്റെ പാപം ആരംഭിച്ചത്. ഒരു ക്രമത്തെറ്റലിൽ നിന്ന് പുതിയതും കൂടുതൽ ഗൗരവമേറിയതുമായ ക്രമക്കേടുകൾ ഉണ്ടായി. നിന്റെ ഭാര്യയിൽ നീ ഒരു നല്ല സഖിയെയും നിന്റെ മക്കളുടെ അമ്മയെയും മാത്രമല്ല നീ കണ്ടത്, പിന്നെയോ ഇന്ദ്രിയസുഖത്തിനുള്ള ഒരു നല്ല സഖിയെയും ഇന്ദ്രിയസുഖത്തിനുള്ള ഒരു വസ്തുവിനെയും കൂടെയാണ്. അത് നിന്റെ കണ്ണുകളെ കാളയുടെ കണ്ണുപോലെയാക്കി. എല്ലാം വ്യത്യാസപ്പെട്ട് കാണുവാൻ തുടങ്ങി. അങ്ങനെയാണ് നിന്റെ ഭാര്യയെയും നീ കണ്ടത്. നിന്റെ ഇന്ദ്രിയാനന്ദത്തിന് വേണ്ടിയുള്ള ഒരു വസ്തു. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആകുമെന്ന് നീ ചിന്തിച്ചു. അതിൽ നിന്നും അസൂയപ്പനി, നിന്റെ യുക്തിഹീനമായ ഭയം, പാപകരമായ നിന്റെ ഔദാര്യം എല്ലാം കൂടി അവളെ ഭയപ്പെടുത്തി. അവളെ ബന്ധനസ്ഥയാക്കി, മർദ്ദിതയാക്കി, ഭൂഷണങ്ങളും ചാർത്തി. നീ അവളെ തല്ലുന്നില്ല, പരസ്യമായി അവഹേളിക്കുന്നില്ല. എന്നാലും നുണ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ സംശയം ഒരു വടിയാണ്. നിന്റെ വിശ്വാസമില്ലായ്മ ഭൂഷണമാണ്. നീ ചിന്തിക്കും അവൻ വിശ്വസ്തത കാണിക്കുന്നുണ്ടാകും എന്ന്. അത് ഭൂഷണമാവും. അവളെ നിന്റെ പദവി അനുസരിച്ച് ബഹുമാനിക്കുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ട് എന്തുപകാരം? നിങ്ങളുടെ വീട്ടിനുള്ളിലെ രഹസ്യ ജീവിതത്തിൽ ഒരടിമയേക്കാൾ ഹീനമായ രീതിയിൽ അവളോട് നീ വർത്തിക്കുന്നു. മൃഗീയമായ നിന്റെ ഇന്ദ്രിയാശ ഒരാൾക്ക് സഹിച്ച് ജീവിക്കാവുന്നതിൽ കൂടുതൽ നിന്ദ്യമാണ്. അതെല്ലാം മൗനമായ വിധേയത്തോടെ അവൾ സഹിച്ചു. നിനക്ക് വ്യത്യാസം വരുമെന്ന പ്രതീക്ഷയിൽ
നിന്നെ ബോധ്യപ്പെടുത്താം, നിന്നെ നല്ലവനാക്കാം, നിന്നെ സമാധാനപ്പെടുത്താം എന്നെല്ലാമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവയെല്ലാം നിന്നെ കൂടുതൽ കൂടുതൽ അസ്വസ്ഥനാക്കുകയാണ് ചെയ്തത്. അത് വളർന്ന് നിങ്ങളുടെ വീട് ഒരു നരകം തന്നെയായി. അതിനുള്ളിൽ ലൈംഗിക ആശയുടെയും അസൂയയുടെയും പിശാചുക്കൾ അലറുകയാണ്. അസൂയ, ഒരു ഭാര്യയെ കൊണ്ട് അസൂയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ഭൂഷണമാണുള്ളത്? ഹൃദയത്തിൻ്റെ സ്ഥിതി ഇത്രയും വ്യക്തമാക്കുന്നത് അസൂയയല്ലാതെ മറ്റെന്ത്? അത് വസിക്കുന്നിടത്ത് അയൽക്കാരോടുള്ള സ്നേഹമോ ദൈവസ്നേഹമോ ഉണ്ടാകയില്ല. ഭോഷത്വം, ആലോചന രാഹിത്യം, അടിസ്ഥാനമില്ലായ്ക, ഷാഢ്യം, ഇതെല്ലാം അസൂയയുടെ കൂടപ്പിറപ്പുകളാണ്. അതിൻ്റെ കൂടെ സ്വാർത്ഥതയും. അതേക്കുറിച്ചെല്ലാം നീ ദുഃഖിക്കേണ്ടതാകുന്നു. അല്ലാതെ സാപത്തിന്റെ അന്ത്യം ലംഘിച്ചതിനെ കുറിച്ചല്ല. പാപപൂർത്തി ലഭിക്കണമെങ്കിൽ നീ നിമിത്തമുണ്ടായ നാശത്തിനെല്ലാം നീ പരിഹാരമുണ്ടാക്കണം. പക്ഷെ കർത്താവേ, അവൾ ഇപ്പോൾ പറയുന്നു അവൾ പോകുകയാണെന്ന്. നീ വന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അവൾ പറയുന്നത് കേട്ടിട്ട് അവൾ യഥാർത്ഥത്തിൽ നിർദോഷിയാണോ എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഏക വ്യക്തി നീ മാത്രമാണ്. മനുഷ്യ, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ നിനക്ക് താല്പര്യമില്ല. കർത്താവേ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഹൃദയത്തിൽ വ്യത്യാസം വരുത്തണമേ. അത് സത്യമാണ്. അവളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ഇന്ദ്രിയാസുഖത്തിനായിട്ടാണെന്നുള്ളത് വാസ്തവമാണ്. യഥാർത്ഥ സ്ഥിതി നീ കണ്ടു കഴിഞ്ഞു. എനിക്ക് എല്ലാം ഒരു മൂടലായിട്ടാണ്. ഞാൻ ബ്രാക്കറ്റിൽ കർത്താവ് നിന്നോട് പറയുന്നു, പ്രകാശത്തിലേക്ക് വരിക. ഇന്ദ്രിയാസക്തിയുടെ കത്തിക്കാളുന്ന സംഭ്രമത്തിൽ നിന്നും പുറത്തു കടക്കുക. അത് എത്ര ഭീകരമാണ്. അത് ആദ്യം നിനക്ക് വിഷമം വരുത്തും. എന്നാൽ നല്ലൊരു ഭാര്യയെ നഷ്ടപ്പെടുത്തുന്നതും നരകത്തിന് അർഹനാക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നിന്റെ സ്നേഹമില്ലായ്മയ്ക്ക് ദൂഷണം, വ്യഭിചാരം എന്നിവയ്ക്കും നിന്റെ ഭാര്യയുടെ പാപങ്ങൾക്കും നീ പരിഹാരം ചെയ്യേണ്ടി വരും. കാരണം സ്വന്തം ഭാര്യയെ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നു എന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ സാത്താനെ ഒരു മാസത്തേക്കെങ്കിലും എതിരിടാമെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു മാസത്തേക്ക് എങ്കിലും നിന്റെ പേടി സ്വപ്നം അവസാനിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. നീ എന്നോട് വാഗ്ദാനം ചെയ്യുമോ? ഓ കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു അഗ്നിയാണ്. അത് നീ കെടുത്തുക. നിനക്ക് ശക്തിയുണ്ടല്ലോ. അവൻ മുട്ടിമേൽ നിന്ന് 2 കരങ്ങൾ കൊണ്ട് തല താങ്ങി പിടിച്ച് കരയുകയാണ്. ഞാൻ ബ്രാക്കറ്റിൽ കർത്താവ് അതിനെ നശിപ്പിക്കാം. ഞാൻ അതിനെ പരിമിതപ്പെടുത്താം. 2 കരങ്ങളെ കൊണ്ടും തല താങ്ങി പിടിച്ച് കരയുകയാണ്. ഞാൻ കർത്താവ് ബ്രാക്കറ്റിൽ അതിനെ നശിപ്പിക്കാം. ഞാൻ അതിനെ പരിമിതപ്പെടുത്താം. ഈ സാത്താനെ ഞാൻ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യാം. എന്നാൽ നീ ധാരാളം പാപം ചെയ്തു. നിന്റെ സുഖപ്രാപ്തിക്ക് നീ തന്നെ വളരെ അധ്വാനിക്കണം. എൻ്റെ പക്കൽ വന്ന് മാനസാന്തരപ്പെട്ടവർ പുതിയവരായി തീരാൻ ആഗ്രഹിച്ചാണ് വന്നത്. സ്വതന്ത്രരാകാൻ ആഗ്രഹിച്ച് അവർ നേരത്തെ അധ്വാനിച്ചവരാണ്. സ്വന്തം ശക്തിയാൽ ശ്രമിച്ചവർ. അതായിരുന്നു അവരുടെ രക്ഷയും ആരംഭവും. കർത്താവ് പറയുന്നു, നീ ഇവിടെ വന്നത് അവൾക്ക് കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അവൾ നഷ്ടപ്പെടുമോ എന്ന് അറിയാനും വേണ്ടിയാണ്. നിന്റെ ആനന്ദത്തിൻ്റെ ഉറവ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സഹായിക്കണം. നിന്റെ സാത്താനെ 1 മാസത്തേക്കല്ല 3 മാസത്തേക്ക് ഞാൻ പരിമിതപ്പെടുത്താം. ആ സമയത്ത് നീ ധ്യാനിച്ച് ഉയർത്തെഴുന്നേൽക്കുക. ഒരു ഭർത്താവിനെ പോലെ പുതിയ ജീവിതം ആരംഭിക്കാമെന്ന് നിശ്ചയിക്കുക. ആത്മാവ് എന്ന ദാനമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതുവരെ ജീവിച്ചതുപോലെയുള്ള മൃഗീയമായ ഒരു ജീവിതമല്ല. പ്രാർത്ഥനയും ധ്യാനവും കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ടുള്ള ജീവിതം ഒരു ദാനമായി ഞാൻ നൽകാൻ പോകുന്നു. സമാധാനമുള്ള ജീവിതം. 3 മാസത്തേക്ക് അധ്വാനിച്ച് നിത്യജീവൻ നേടിയെടുക്കാൻ പഠിക്കുക. നിന്റെ ഭാര്യയുടെ സ്നേഹവും സമാധാനവും വീണ്ടും നേടിയെടുക്കാൻ പഠിക്കുക. നിന്റെ വീടിൻ്റെയും പോയിക്കൊള്ളുക. എന്നാൽ കർത്താവേ, അവളോട് ഞാൻ എന്തു പറയും?
ഞാൻ അവിടെ അടുത്തെത്തുമ്പോൾ അവൾ പോകാൻ തയ്യാറായിട്ടായിരിക്കും നിൽക്കുന്നത്. ഞാൻ എന്തു പറയും? അനേക വർഷങ്ങളായി അസഭ്യം പറഞ്ഞ് തഴകിയ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ നഷ്ടപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കാത്തതാണെന്ന് എങ്ങനെ ഞാൻ പറയും? ദയവായി കർത്താവേ, നീ എൻ്റെ കൂടെ വരാമോ? കർത്താവ് പറയുന്നു, എനിക്ക് വരാൻ സാധ്യമല്ല, പക്ഷെ ഇത് വളരെ ലളിതമാണ്. നീ എളിമയുള്ളവനാകൂ. അവളെ ഒറ്റയ്ക്ക് വിളിച്ച് നിന്റെ ഈ പീഡനം ഏറ്റുപറയൂ. അവളോട് പറയണം, ദൈവത്തോട് പാപപ്പൊറുതി ലഭിക്കണമെങ്കിൽ അവൾ നിനക്കായി പ്രാർത്ഥിക്കണം. അവൾ ആദ്യം പൊറുക്കണം. ഓ സന്തോഷരഹിതനായ മനുഷ്യൻ, നിന്റെ ലൈംഗികാസക്തി മൂലം എന്തുമാത്രം സമാധാനം, എന്തുമാത്രം നന്മ നീ അലസിപ്പിച്ചു കളഞ്ഞു. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലായ്മ നിമിത്തം എത്രയധികം തിന്മ നീ വരുത്തി വെച്ചു. സ്നേഹത്തിൻ്റെ ക്രമം തെറ്റൽ എത്ര വിനയായി. എഴുന്നേറ്റ് സമാധാനമുള്ള മനസ്സോടെ പോകൂ. നിന്നോട് നന്മയായും വിശ്വസ്തയോടും വർത്തിച്ച ഭാര്യ നിന്നേക്കാൾ വിഷമിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നിന്നെ ഉപേക്ഷിച്ചു പോകുന്നത് അവൾക്ക് വിഷമമാണ്. നിന്നിൽ നിന്ന് ഒരു വാക്കിനായി അവൾ കാത്തിരിക്കുകയാണ്. അത് കിട്ടിയാൽ ഉടനെ അവൾ പറയും, നിന്നോടെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇനി നിനക്ക് പോകാം. ഇതെൻ്റെ രാജാവായിരുന്ന ഈശോ പുസ്തകത്തിൽ ഞാൻ ഈ പേജ് ഈശോ സംസാരിക്കുന്നത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആർട്ടിക്കിളാക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതിയേക്കാണ്, സത്യം പറയുന്ന ഞാൻ ഒറ്റയ്ക്കാകാം, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലാതിരിക്കാം, എന്നാൽ മറ്റു ശബ്ദങ്ങൾ തളർന്നാൽ എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല. മഹാത്മാഗാന്ധി. അത് രാജാവായിരുന്ന ഈശോ പുസ്തകത്തിൻ്റെ ബാക്ക് ചട്ടയിൽ ഈശോയുടെ കിരീടം വെച്ച തല വെച്ചിട്ട് ഇത് ബാക്ക് ചട്ടയിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം ഇത് ആർട്ടിക്കിളായിട്ടുള്ള അത് രാജാവായിരുന്ന പുസ്തകത്തിൽ വെച്ചിട്ടുള്ളതാണ്. നാട്ടിൽ 95 അവിടെ നിന്ന് അവസാനിപ്പിച്ച് പോന്നു. നാട്ടിലെത്തിയപ്പോൾ നാട്ടിൽ അവസാനിപ്പിച്ച് 95 എത്തിയപ്പോൾ പിന്നെ വെക്കേഷനാണ് പോവുക. പക്ഷെ അവരെ കാണില്ലല്ലോ, അവരവിടെ നിന്ന് മാറി. പക്ഷേ ഇത് വായിച്ച് മറിയം വാൾത്തോർത്തയുടെ ബുക്കിലത്തെ ഈ സംഭവം ഈശോ സംസാരിക്കുന്നത്, മറിയം വാൾത്തോർത്തയോട് സംസാരിക്കുന്നത്, വരാൻ പോകുന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചത് വെച്ച് എനിക്ക് അവരെ ആശ്വസിപ്പിക്കാനോ അവരെ കാണുകയോ ഞാൻ ചെയ്യില്ല. വെക്കേഷന് പോകുമ്പോൾ 95 മുതൽ 2003 വരെ വെക്കേഷനാണ് പോയത് അവിടേക്ക്, ഗൾഫിലേക്ക്. അതുകൊണ്ട് എനിക്ക് അവരെ കാണാനോ ഒന്നിനും സാധിക്കില്ല. ഞങ്ങൾ വേറെ സ്ഥലത്താണ് മാറ്റത് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ. 83-ൽ 85 ആയപ്പോഴേക്കും മാറിയിട്ടുണ്ടാവും അവിടെ നിന്ന്, ആ വീടുകളുടെ അവിടെ നിന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാട്ടിലെ ഓരോ സംഭവങ്ങൾ ഓരോ വീടുകളിൽ കാണുമ്പോൾ ഞാൻ അവർ ഒരു വിഷമം പറയുന്നതെല്ലാം ഓർക്കുകയാണ്. അവരുടെ കാര്യം നാട്ടിലത്തെ ചില സ്ത്രീകളെയൊക്കെ, എല്ലാ ആണുങ്ങളെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആരും ഞാൻ തെറ്റിദ്ധരിക്കരുത്. ചില കുടുംബങ്ങളിലുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ അവിടുത്തെ ഞാൻ പോകുന്ന കാലത്ത് 81-ൽ പോകുന്ന കാലത്ത് അവിടുത്തെ സ്ത്രീകളുടെ കാര്യം ആലോചിച്ചാൽ നമുക്ക് സങ്കടം വരും. അവരുടെ നിയമവും അവരുടെ പറഞ്ഞ പോലെ 4 കല്യാണം, ആദ്യത്തെ ഭാര്യ പ്രസവിക്കാൻ പോകുമ്പോൾ പ്രസവിച്ച് ഇയാൾക്കുള്ള ഈ ഭർത്താവിന് പ്രായപൂർത്തിയായി വന്നിട്ടുള്ള പെൺകുട്ടികളുടെ അപ്പന്മാർക്ക് കാശ് കൊടുത്തിട്ട് ആ പെൺകുട്ടികളെ രണ്ടാമത് കൊണ്ടുവരും. രണ്ടാമത്തെ ഭാര്യ പ്രസവിക്കുമ്പോൾ 3ാമത്തെ പെണ്ണിനെ കൊണ്ടുവരും. അപ്പോൾ ആദ്യത്തെ ഭാര്യരെ കുട്ടിയുടെ അത്ര പ്രായം ഉണ്ടാവുള്ള 3ാമത്തെ ഭാര്യനെ കൊണ്ടുവന്നിട്ട് ഇതിൽ വായിച്ച പോലെയുള്ള കാര്യങ്ങളും കൂടി ആകുമ്പോൾ ആ അറബി പെണ്ണുങ്ങൾ ആ നാട്ടിൽ ഗൾഫ് രാജ്യത്ത് സഹിക്കുന്ന ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഒരു അംശമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും പ്രയാസമാണ് ഗൾഫ് നാടിലെ അറബി പെണ്ണുങ്ങളുടെ അവസ്ഥ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർക്ക് നല്ലൊരു സ്നേഹം
ഇവിടുന്ന് പോകുന്ന ജോലിക്കാർ അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് വയ്ക്കുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ 3-4 പേരുണ്ടാവില്ല ഒരാൾക്ക്. അവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു നല്ല സ്നേഹം മനസ്സിലായി കഴിയുമ്പോൾ ഇവിടുന്ന് ജോലിക്കായി പോകുന്ന ആണുങ്ങളായിട്ട് ബന്ധമുണ്ടാവുന്നു. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആണുങ്ങൾ ഇവിടെ ഭാര്യയും ആയിരിക്കും. അവിടെ ചെന്നിട്ട് അറബി സ്ത്രീകൾ ഈ ആണുങ്ങളെ ഒരു നല്ല സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ആ ബന്ധത്തിൻ്റെ കണക്ക് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുക? ആ സ്ത്രീകളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇവിടെയൊന്ന് പോയി അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ ഭാര്യയും കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതിലത്തെ ചില ഭാര്യമാർ ഭർത്താക്കന്മാരെയും കുട്ടികളെയും നോക്കാണ്ട് സാഹചര്യം അനുസരിച്ച് ഇവിടുത്തെ ഭാര്യകളും തെറ്റിലേക്ക് പോകുന്നു. ഇവരെയും കുറ്റം പറയാൻ പറ്റാത്ത അവിടുത്തെ പോയ ആണുങ്ങൾ, അറബി പെണ്ണുങ്ങൾ സ്നേഹിച്ചിട്ടുള്ള ഇവിടുന്ന് പോയ ആണുങ്ങൾ ഭർത്താക്കന്മാർ ആരെയാ കുറ്റം പറയുക? ഞാനിപ്പോൾ അതൊക്കെ കുറിച്ച് ആകെ കൂടി ആലോചിക്കണമെന്ന് മാത്രം. പ്രാർത്ഥിക്കുക. നല്ലൊരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു നിത്യജീവനും സ്വർഗരാജ്യമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഈ നിമിഷ നേരത്തുള്ള എല്ലാ വക ലോകത്തിൻ്റേതായ സുഖങ്ങളെല്ലാം ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതിനൊക്കെ ഇത്രയ്ക്ക് ആയുസ്സമുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഹാപ്പി പാരൻസ് ഡേ എല്ലാവർക്കും. ഈശോയെ, ഇടറി വീഴുവാൻ ഇടതരല്ലേ ഈശോയെ, ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവനായക, ഉൾത്തടത്തിൽ തേങ്ങൽ നീ കേട്ടിടില്ലയോ. മഹിയിൽ ജീവിതം മഹിതമാക്കുവാൻ മറന്നുപോയ മനുജനല്ലോ ഞാൻ. അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ കണ്ണുനീർ കണങ്ങളായി. അന്ധകാര വീതിയിൽ തള്ളിടല്ലേ രക്ഷക. അന്തരംഗം നൊന്തുകേണിടുന്നിതാ. വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ. ചെയ്തു പോയ പാപപ്രാശ്ചിത്തമായി ഉലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞു പോകല്ലേ. ഉടഞ്ഞൊരു പളങ്ക് പാത്രം ഞാൻ. എൻ്റെ ശിഷ്ടജന്മമോ നിന്റെ പാദലാളനം. എന്നുമാശ്രയം നീ മാത്രമേ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും.